നല്ല പോലെടും. അല്ല അച്ഛാ, എന്നാൽ അച്ഛൻ്റെ ഈ കയ്യിലിരിപ്പ് പറയുന്ന അച്ഛമ്മ എങ്ങനെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അച്ഛൻ്റെ പേരിലേക്ക് എഴുതി തന്നെ? എന്തുവാടി എൻ്റെ കയ്യിലിരിപ്പിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാന്തര കയ്യിലിരിപ്പ്. ഇതിങ്ങനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചത് കേട്ടാ. വേണുകൂട്ടൻ അയച്ചു കൊടുക്കേണ്ട സാധനമാണ്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ 2-3 പിള്ളേരുണ്ട്, അവർ നന്നായിട്ട് എടുത്തു തരും. അതുകൊണ്ട് കൂടുതൽ ഇളക്കമൊന്നും വേണ്ട, മര്യാദയ്ക്ക് എടുക്കണി. എടുത്തോളാം. ജാടയൊക്കെ ചേട്ടാ ചേട്ടാ മുടിഞ്ഞ് നാണക്കെടുത്തു. അപ്പച്ചി എന്തിനാണ് അച്ഛനെ പറയാവണേ? ഞാൻ നിന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെ എന്റെ അച്ഛനല്ലേ പറഞ്ഞേ? ഞാൻ പറയൂടി, നിന്റെ അച്ഛനാണ് മുമ്പ് ഇങ്ങനെ ചേട്ടനായിരുന്നു. എന്നാലേ ഇപ്പൊ എന്റെ അച്ഛനാണ്. എന്തു ചേട്ടാ കാട്ടിക്കൂട്ടിയത്? എന്തുവാടി, എന്താ നിന്റെ പ്രശ്നം? ചേട്ടൻ എന്തിനാ കാറ് മേടിച്ചെടുത്തത് അമ്മേടത്? ന്യായമായിട്ടും ആ കാറിൽ നിനക്ക് ഒരു അവകാശവും ഇല്ല. ആ കാറ് ഞാനാ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നത്. ചേട്ടന്റെ വായടപ്പിക്കാൻ നോക്കല്ലേ, എന്നെ മിണ്ടിപ്പിക്കാതെ നോക്കണ്ട, എന്റെ സ്വഭാവം മാറും. എന്നാ ചലച്ചോണ്ടിരിക്കടി. ഇതല്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേപ്പറാണ്, എടുക്കരുത്. വേണ്ട, അച്ഛൻ നോക്കിക്കണ അത് പോയി മേടിക്കല്ലേ, അത് കീറിക്കളയും. അവള് ഒരു മണ്ടിയല്ലേ, അതൊരു ആവശ്യമില്ലാത്ത പേപ്പറാ. അതുകൊണ്ടല്ലേ നമ്മൾ ഫോട്ടോ സെറ്റ് എടുക്കാതെ അവിടെ മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് നടക്കട്ടെ. നീ എവിടെ ഇരുന്നേ, ബാക്കി ഫോട്ടോ എടുക്കണം. അതെടുത്താ? ഇത് എടുക്കണം. എടുക്കല്ലേ. അമ്മേ, നമ്മുടെ അച്ഛമ്മയുടെ സ്വഭാവത്തിലെ എന്തെങ്കിലും ഒരു പന്തികേട് കാണുന്നുണ്ടോ? അതെന്നാണ് ഇപ്പം പ്രത്യേകിച്ച്, എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതല്ല, അച്ഛമ്മക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ അച്ഛന്റെ പേരിൽ ആ കാർ എങ്ങനെയെങ്കിലും എഴുതി കൊടുക്കൂ. അത് അച്ഛമ്മക്ക് ഇഷ്ടമുണ്ടായിട്ട് എഴുതി കൊടുത്തതായിരിക്കും. എന്നാലും ഈ ബോധം വെച്ചുള്ള അച്ഛമ്മ എന്തായാലും അങ്ങനെ ഒന്നും കാണിക്കാൻ ഒരു വഴിയില്ല. എന്നാ പിന്നെ നിന്റെ അച്ഛമ്മയുടെ ബോധം പോയിട്ടുണ്ടാവും അല്ലേ? ഓർപ്പിക്കാല്ലേ? ഓർപ്പിക്കാം. എന്നാലേ ഈ തക്ക മുതലെടുത്ത് നമുക്ക് ഈ സ്വത്തും കൂടെ അങ്ങ് എഴുതിയെടുത്താലോ? അങ്ങനെയാണ്. പിന്നെ നിനക്ക് PSC എഴുതണ്ടല്ലേ? PSC എഴുതണ്ട. പിന്നെ എനിക്ക് എന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നു പോവാ. സ്വത്ത് നമുക്ക് കിട്ടൂല, അച്ഛമ്മക്ക് വട്ടല്ലേ? അതിപ്പോ എങ്ങനെ അവതരിപ്പിക്കും നിന്റെ അച്ഛമ്മയോട്? അതിനല്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. അത് അമ്മയൊന്ന് വേണ്ട വിധത്തിൽ അവതരിപ്പിച്ച അച്ഛമ്മ വീഴും. എന്ത് റിലകട്ടായി കഴിഞ്ഞാൽ എന്നെ കണ്ടെടുത്താ കണ്ടൂടാ. ഇല്ലമ്മ, അമ്മയ്ക്ക് ആക്കുള്ള അമ്മ പറഞ്ഞ അച്ഛമ്മ കേൾക്കും. ശരിക്കും ഒന്ന് പോയി ഒന്ന് ചുമ്മാ ചൊറന്ന് നോക്ക്. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഒരു കൈ ശ്രമിക്കേ. നോക്കാൻ പറ്റുവാ? നോക്കല്ലേ? ചുമ്മാ നോക്ക. ഒരു പോയാ ഒരു വാക്ക് അത്രയല്ലേ ഉള്ളൂ. ഒന്ന് പോയി നോക്ക് പോ. നീ ഇതെല്ലാം ചെയ്യ്, ഞാൻ ഒന്ന് പോയി നോക്കാം. ഇതാ പിടിക്കടാ. നോക്കിട്ട് വരാം. ഇത് ചെയ്യാൻ പറഞ്ഞത് വണ്ടി ഇടിച്ച് ആക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തെങ്കിലും പറ്റിയ എന്റെ ചെറുക്കൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ ദൈവമേ. സഞ്ജു പറഞ്ഞ ശരിയാണല്ലോ, അച്ഛമ്മക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അച്ഛമ്മ എന്താണോ ഒറ്റയ്ക്ക് പിറുപുറത്തോട് നടക്കുന്നേ? കൂട്ടിന് ആളില്ലാത്തോണ്ടാ. എന്നാ വാ, നമുക്ക് 2 കൂടെ വിട്ടിരുന്ന് പിറുപുറുക്കാം. എന്റെ അച്ഛമ്മയുടെ മനസ്സിന് താളം തെറ്റിയെന്നാ തോന്നുന്നു. പാവം. എന്റെ താളമൊന്നും തെറ്റില്ല, എന്നിട്ട് തളയുടെ താളാ തെറ്റിയിരിക്കുന്നു. നമ്മൾ എന്തിനാ അച്ഛമ്മ ആവശ്യമില്ലാത്തവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? അച്ഛമ്മക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റിയൊന്നും സംസാരിക്കണ്ടെന്നേ. അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് ഇരുന്നേ. ഇങ്ങോട്ട് ഇരി, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ ഉറങ്ങുകയാണ്. അച്ഛമ്മ, അച്ഛമ്മക്ക് പ്രാന്ത് വന്നാ വേറെ ആരും നോക്കിയില്ലെങ്കിലും ഈ കൃഷ്ണ അച്ഛമ്മനെ നോക്കും. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് വേറൊരു കാര്യം ചെയ്തു തരണം. എന്തോ കാര്യം? അച്ഛന് കാർ എഴുതി കൊടുത്ത പോലെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി തരണം. നീ ഒരു പേപ്പറും പേന എടുത്തോണ്ട് വാ, തെറി എഴുതി തരാം. അയ്യോ, തെറിയല്ല, സ്വത്ത് എഴുതി തരുന്ന കാര്യം. സ്വത്ത് എഴുതി തരണം. സ്വത്ത് കുത്തു വെച്ച് വരും. നിന്റെ തള്ളയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാവുക. ഇപ്പഴവള് സ്വത്തും കൊണ്ട് വരുന്നു. ഒക്കണ വിടുന്നുണ്ട്. ഇപ്പൊ ശരിയായല്ലോ, നേരത്തെ കാലം എനർജി കയറി.